ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മലയാളികളുണ്ട്. പക്ഷേ കേരളത്തിൽ ഇപ്പോൾ കുറച്ച് വർഷങ്ങളായി ഒരു ഇടത് ജിഹാദികൾ കാരണം കേരളത്തെ ലോകത്തിനു മുന്നിൽ തന്നെ അപമാനിക്കുകയാണ് ഈ ഇടത് ജിഹാദി ഗ്രൂപ്പുകൾ. ഇപ്പോൾ ഏറ്റവും അവസാനം നമുക്കറിയാമല്ലോ, ഈ മഹാരാഷ്ട്രയിൽ നിന്നും ഒരു ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി നടക്കുന്ന മാവോയിസ്റ്റ് പ്രവർത്തനമാണോ അതോ ജിഹാദി പ്രവർത്തനമാണോ എന്ന് അറിയില്ല. എന്തായാലും മഹാരാഷ്ട്രയിലുള്ള പോലീസ് ആ മലയാളിയെ പൊക്കിയിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും. ഈ കൊച്ചി സ്വദേശി എടപ്പള്ളി എളമക്കര കീർത്തിനഗർ താമസിക്കുന്ന റജാസ് ഈ ഷീബ സിദ്ദിഖ് എന്നാണ് അയാളുടെ മുഴുവൻ പേര്. അയാൾ സ്വതന്ത്ര മാധ്യമ പ്രവർത്തകനാണെന്നാണ് പറയപ്പെടുന്നത്. അയാളെ ഇപ്പോൾ മഹാരാഷ്ട്ര ATS നാഗ്പൂരിൽ നിന്ന് പിടികൂടി. കൂടെ ഒരു യുവതിയും ഉണ്ടായിരുന്നു, ഇഷാകുമാരി, 22 വയസ്സ്. ഇയാൾക്ക് 26 വയസ്സാണ്. ഇയാൾ പ്രധാനമായിട്ടും ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്, പുറത്തു വരുന്ന വിവരം, ഇയാൾ ഈ പെഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇയാൾ ഓപ്പറേഷൻ സിന്ദൂരിനെതിരെ ഒരു പരിപാടി സംഘടിപ്പിച്ചു. ആ ഓപ്പറേഷൻ സിന്ദൂരല്ല, ക്ഷമിക്കണം, അവിടെ നടന്ന ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് സൈന്യം സ്വീകരിച്ച മറ്റ് നടപടിക്രമങ്ങൾ, അവിടുത്തെ അറസ്റ്റും കാര്യങ്ങളും ഉണ്ട്. ഈ ഭീകരന്മാരുടെ വീടുകൾ തകർത്തു. കാശ്മീരിലുള്ള ഭീകരവാദികളെന്ന് തിരിച്ചറിഞ്ഞ ആൾക്കാരുടെ വീടുകൾ ഭരണകൂടം തകർത്തു. ആ തകർത്തതിനെ ചൊല്ലി ഇയാൾ കൊച്ചിയിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചു. പനമ്പള്ളി പാർക്കിന് സമീപം ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചു. 7 പേരെ അതിൽ പങ്കെടുത്തുള്ളൂ. പക്ഷേ അവർ പറഞ്ഞത്, അവരവിടെ ഉന്നയിച്ചത്, കാശ്മീരിയാകുന്നത് കുറ്റമാണോ, അതൊരു കുറ്റകരമായ പ്രവൃത്തിയാണോ എന്ന പ്ലക്കാർഡൊക്കെ ഉയർത്തിക്കൊണ്ടാണ് ഇവർ പരിപാടി സംഘടിപ്പിച്ചത്. പോലീസ് എത്തി ഇവരെ അറസ്റ്റ് ചെയ്തു, നേരെ കൊണ്ടുപോയി സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. ഒരു പ്രകടനമല്ലേ നടത്തിയുള്ളൂ. പക്ഷേ സ്പെഷ്യൽ ബ്രാഞ്ചും IBയും ഇയാളുടെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. അവർ വളരെ കൃത്യമായിട്ട് ഇയാളെ മനസ്സിലാക്കി. കാരണം ഈ പരിപാടിക്ക് വെളിയിൽ നിന്ന് ചില ഫണ്ടുകൾ വന്നിട്ടുണ്ട്. ഇത് അറസ്റ്റിലായി, UAPA ഹത്രാസിൽ കലാപം ഉണ്ടാക്കാൻ പോയി, അവിടെ അറസ്റ്റിലായി, നിരവധി മാസങ്ങൾ ജയിലിൽ കഴിഞ്ഞതിന് ശേഷം അവസാനം ജാമ്യം കിട്ടി ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്ന സിദ്ദിഖ് കാപ്പൻ എന്നൊരു മാധ്യമ പ്രവർത്തകനുണ്ട്. ഈ സിദ്ദിഖ് കാപ്പൻ്റെ ശിഷ്യനാണ് ഈ റജാസ് എന്നവർ കണ്ടെത്തി. അതുമാത്രമല്ല, ഈ സിദ്ദിഖ് കാപ്പനെ വെള്ളപൂശാനുള്ള നിരവധി പരിപാടികളും ലേഖനങ്ങളുമായിട്ട് നടക്കുന്ന ഒരാളാണ് റജാസ് എന്നതിന് വ്യക്തമായ തെളിവ് അവർക്ക് കിട്ടി. അങ്ങനെയാണ് ഡൽഹിയിൽ ഒരു പത്രസമ്മേളനം കഴിഞ്ഞ് നാഗ്പൂരിലേക്ക് മടങ്ങിയ റജാസിനെയും അവിടെ വെച്ച് ഇഷാകുമാരിയെയും ചേർത്ത് മഹാരാഷ്ട്ര ATS ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡാണ് ഇവരെ പിടിച്ചത്. അതുകൊണ്ട് തന്നെ ഇവരെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അവർ പുറത്തു വിട്ടിട്ടില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത്, ലഭ്യമായ സൂചനകൾ അനുസരിച്ച് ഈ റജാസിന് ചില വിദേശ ഫണ്ടിങ് ലഭിക്കുന്നുണ്ട് എന്നാണ് ഒരു സൂചന. അതുപോലെ ഈ കൊച്ചിയിൽ സംഘടിപ്പിച്ച പരിപാടിക്കും ചില വിദേശ ബന്ധങ്ങളുണ്ട്. അതിൻ്റെ സൂത്രധാരകന്മാർ വിദേശത്താണ് എന്ന ഒരു സൂചനയും ലഭിക്കുന്നുണ്ട്. വിശദമായ അന്വേഷണം നടന്നാൽ മറ്റു പല അറസ്റ്റുകളും ഉണ്ടാകും. ഇപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം സിദ്ദിഖ് കാപ്പനിലേക്ക് നീണ്ടു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും മഹാരാഷ്ട്ര ATS വളരെ കൃത്യമായിട്ട് ഇതിനെ കുറിച്ച് അന്വേഷിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. മാത്രമല്ല, ഈ റജാസ് സിദ്ദിഖ് കാപ്പൻ പുറത്തിറങ്ങിയതിന് ശേഷം ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു ഇംഗ്ലീഷ് വിഭാഗമുണ്ട്, മക്തൂബി മീഡിയ എന്നാണ് അത് അറിയപ്പെടുന്നത്. ഈ മക്തൂബി മീഡിയയ്ക്ക് വേണ്ടി സിദ്ദിഖ് കാപ്പൻ്റെ അഭിമുഖം എടുത്തതും റജാസാണ്. മാത്രമല്ല, നിരവധി ലേഖനങ്ങൾ സിദ്ദിഖ് കാപ്പനെ വെള്ളപൂശിക്കൊണ്ട് അതിൽ വരികയും ചെയ്തു. ഇത്തരത്തിലുള്ള ലേഖനങ്ങൾ എഴുതിയ ചില ഓൺലൈൻ മാധ്യമങ്ങൾ, ചില യൂട്യൂബുകളിൽ പ്രത്യക്ഷപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ് റജാസ് എന്നാണ് വിവരം. ഈ റജാസ് സ്വതന്ത്ര മാധ്യമ പ്രവർത്തകനാണെന്നാണ് പറയുന്നത്. ഈ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം പൊതുവെ PFIയുടെ ഒരു അജണ്ടയാണ്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം, ഫാക്ട് ചെക്ക്, അതുപോലെ വസ്തുതാന്വേഷണ സംഘം. എവിടെയെങ്കിലും ഒരു കലാപം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ ഒരു വസ്തുതാന്വേഷണ സംഘം വരും. ഈ പറയുന്നത് പോലെ അർബൻ നക്സലുകളും ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ചില മനുഷ്യാവകാശ സംഘടനയുണ്ട് അവർക്ക്, അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ചില ആൾക്കാരുമൊക്കെ, അവരൊക്കെയാണ് ഇപ്പോൾ അറസ്റ്റിലായി ജയിലിൽ കിടക്കുന്നത്. ഇപ്പോൾ ജയിലിലായ ആൾ തന്നെ അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമങ്ങൾ പരിശോധിച്ചാൽ ചിത്രങ്ങൾ തന്നെ വ്യക്തമാണ്. ഈ ഹമാസുമായി ബന്ധപ്പെട്ട് വലിയ പ്രണയമാണ് ഈ ഇദ്ദേഹത്തിന്.
അതെ, ഹമാസിനോട് വലിയ പ്രണയമാണ്. ഇനി അങ്ങനെ ഒരു കാര്യം എന്തായാലും കേന്ദ്ര സർക്കാർ ശ്രദ്ധ പുലർത്തണം അല്ലേ? ഈ ഹമാസുമായി ബന്ധപ്പെട്ട അമിത സ്നേഹമുള്ളവരെ കൃത്യമായി എല്ലാത്തിനെയും പോക്കും. അതിന്റെ ആദ്യത്തെ പടിയാണ് ഈ റജാസിന്റെ അറസ്റ്റ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. എന്തായാലും നമ്മൾ ഈ പറഞ്ഞതുപോലെ വളരെ കൃത്യമായിട്ട് ഇത്തരത്തിൽ ഈ സിദ്ദിഖ് കാപ്പനെ വെള്ളപൂശി, സിദ്ദിഖ് കാപ്പനെ ഒരു വലിയ മഹത്വവൽക്കരിച്ചൊക്കെ ലേഖനം എഴുതി. അങ്ങനെ ഒരു ബന്ധമുണ്ടെങ്കിൽ ഇനി സിദ്ദിഖ് കാപ്പനെയും ചോദ്യം ചെയ്യേണ്ടി വരും. അതെ, ഈ കേസിൽ ഇപ്പോൾ റജാസുമായി ബന്ധപ്പെട്ട് സിദ്ദിഖ് കാപ്പനെ ചോദ്യം ചെയ്യും. സിദ്ദിഖ് കാപ്പൻ പറഞ്ഞിട്ടാണ് റജാസ് ഈ കൊച്ചിയിലെ പരിപാടി സംഘടിപ്പിച്ചത് എന്നാണ് ലഭിക്കുന്ന സൂചന. അത് പോലീസ് കൃത്യമായിട്ട് മഹാരാഷ്ട്ര ATSന് അത് സംബന്ധിച്ച് ചില തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. ഒരു പക്ഷേ കാപ്പനെ അറസ്റ്റ് ചെയ്ത് മഹാരാഷ്ട്രയിലേക്ക് കൊണ്ടുപോകാൻ പോലും സാധ്യതയുണ്ട്. കാരണം മഹാരാഷ്ട്രയിൽ എന്തോ ഒരു അട്ടിമറി ശ്രമത്തിനാണ് ഇവർ നീങ്ങിയത് എന്നാണ് ലഭിക്കുന്ന സൂചന. എന്തായാലും ഇത് സംബന്ധിച്ച് ഇപ്പോൾ കേരളത്തിലെ പോലീസും കേരളത്തിൽ എന്തുകൊണ്ടായിരിക്കും ഇത്തരം വിഷവിത്തുകൾ ഇങ്ങനെ അതിന് കൃത്യമായിട്ട് വെള്ളവും വളവും കൊടുക്കാൻ ആൾക്കാരുണ്ട്. ഈ പറയുന്ന നമ്മളിപ്പോൾ പറയുന്നു മുസ്ലിം സമുദായം തീവ്രവാദത്തിനെതിരാണ്, അവർ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, ഒക്കെ ശരിയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ആൾക്കാരെ അവർ പ്രോത്സാഹിപ്പിക്കുന്നു, അവർക്ക് തണൽ കൊടുക്കുന്നു. അതാണ് കാരണം. ഈ സിദ്ദിഖ് കാപ്പനെ മോചിപ്പിക്കണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ട് ഇവിടെ രംഗത്ത് വന്നത് അതോടൊപ്പം തന്നെ ഈ സമുദായം ഇത്തരം പേർ ഉയർന്നു വരുമ്പോൾ അവരെ എതിർക്കാതെ മൗനം പാലിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഇവിടുത്തെ ഈ ഇടത് സംഘടനകൾ നമുക്കറിയാം, ഈ പറയുന്ന CPM ഉൾപ്പെടെ CPI ഉൾപ്പെടെ സിദ്ദിഖ് കാപ്പൻ്റെ മോചനത്തിന് വേണ്ടി എന്തു വലിയ പരിശ്രമമാണ് നടത്തിയത്. പത്രപ്രവർത്തക യൂണിയനിൽ തന്നെ ഉള്ള എത്രയോ പേർ സിദ്ദിഖ് കാപ്പന് വേണ്ടി രംഗത്തിറങ്ങി. ഇവർക്കൊന്നും ഈ കിട്ടിയ തെളിവുകളൊന്നും പോരെ. ഈ കോടതിയിൽ ഒരു കേസ് നടക്കുകയല്ലേ, കോടതിയിൽ തീരുമാനിക്കട്ടെ, കേസ് കോടതി, അന്തിമ വിധി കോടതി പറയട്ടെ. അതിന് പകരം എന്തു വലിയ പ്രതിഷേധങ്ങളാണ് ഇതിനെതിരെ സംഘടിപ്പിച്ചത്. പോലീസിന് അവരുടെ ജോലി ചെയ്യണ്ടേ? ഈ പറയുന്നത് പോലെ ഒരു തെളിവുമില്ലാതെ ഒരാളെ പിടിച്ച് UAPA ചുമത്തി അകത്തിടാൻ സാധിക്കുമോ? ഇത് ഇന്ത്യയാണ്, ഇത് അമേരിക്കയൊന്നുമല്ല, ഗോണ്ടനാമോ ജയിലൊന്നും അല്ല. അങ്ങനത്തെ പരിപാടിയൊന്നും ഇന്ത്യയിൽ നടക്കില്ല. ഇവിടെ കോടതികളുണ്ട്. കോടതിക്ക് ബോധ്യപ്പെട്ടു UAPA ചുമത്തിയത് എന്തിനാണെന്ന്. അതുകൊണ്ടാണ് ഇത്രയും വൈകിയത് ജാമ്യം കിട്ടാൻ. അവസാനം കരഞ്ഞ് കാല് പിടിച്ച് കോടതിയുടെ മുന്നിൽ കണ്ണീരൊഴുക്കി മാപ്പ് പറഞ്ഞ് ഒക്കെ വല്ല ചാതിനും ജാമ്യം ഒപ്പിച്ചു. എന്നിട്ട് ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷവും ചെയ്യുന്ന പ്രവൃത്തികൾ എന്തൊക്കെയാണ്? ഇതൊക്കെയാണ് രാജ്യദ്രോഹപരമായ വിധ്വംസക പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ സഹായിക്കുക, അവരെ പ്രേരിപ്പിക്കുക, ഈ റജാസിനെ പോലെയുള്ളവരെ വളർത്തി വിടുക. ഇതൊക്കെ ചെയ്താൽ വെറുതെ ഇരിക്കുന്നു. അതുപോലെ തന്നെ ഈ റജാസിനെ സംബന്ധിച്ച് ഇപ്പം മഹാരാഷ്ട്ര ATS ഇവിടെ എത്തി റജാസിൻ്റെ വീട് പരിശോധിച്ചു. നിരവധി തെളിവുകൾ അവർ ശേഖരിച്ചിട്ടുണ്ട്. റജാസ് ആരെയൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു, അയാളുടെ വാട്സാപ്പ് കോളുകൾ, വാട്സാപ്പിലെ സന്ദേശങ്ങൾ, അതുപോലെ ഇമെയിൽ സന്ദേശങ്ങൾ, ഇതൊക്കെ ടെലഗ്രാമിൽ ഉപയോഗിച്ചിരിക്കുന്നത്, ഇതൊക്കെ വളരെ കൃത്യമായിട്ട് ATS കണ്ടെടുത്തിരിക്കുകയാണ്. അയാളുടെ വീട്ടിൽ നിന്ന് വീട് പരിശോധിച്ച് നിരവധി രേഖകൾ കണ്ടെടുത്തിട്ടുണ്ട്. പലരുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും റജാസിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് ഇനിയിപ്പോൾ UAPA ചുമത്തുമോ എന്നുള്ളതാണ് സംശയിക്കേണ്ടിയിരിക്കുന്നത്. എന്തായാലും മഹാരാഷ്ട്ര ATSന്റെ കയ്യിൽ നിന്ന് അത്ര പെട്ടെന്നൊന്നും ഇത്തരം ജിഹാദി ഇടത് ടീമുകളുടെ ഞാൻ തുടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ടീമുകൾ കാരണം കേരളം നാണം കെട്ടിരിക്കുകയാണ്. ഇവിടെ സമാധാനത്തോടെ ജീവിക്കുന്ന മനുഷ്യർ, അത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ശരി, അവർക്കെല്ലാം വലിയ അപമാനമാണ് ഇത്തരം ആൾക്കാർ ഉണ്ടാക്കുന്നത്. വലിയ നാണക്കേടാണ്. നോക്കൂ, ലോകത്ത് എവിടെ ഭീകരപ്രവർത്തനം നടന്നിരുന്നാലും, ഭീകരാക്രമണം നടന്നിരുന്നാലും അതിൻ്റെ ഒരു കണ്ണി കേരളത്തിലുണ്ട് എന്ന് പറയുന്നത് കേരളത്തിന് നല്ലതാണോ ചീത്തയാണോ? നമ്മൾ തന്നെ ചിന്തിച്ച് നോക്കണം. ഇവിടുത്തെ സത്യത്തിൽ നമ്മുടെ പോലീസും നമ്മുടെ ഈ ഏജൻസികളും വിവിധ അന്വേഷണ ഏജൻസികളും വളരെ കാര്യമായിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. എന്തുകൊണ്ട് കേരളത്തിൽ വലിയ വിദ്യാഭ്യാസത്തിൽ വലിയ മുൻപന്തിയിലാണ്, ആരോഗ്യരംഗത്ത് നമ്മൾ വളരെ മുൻപന്തിയിലാണ്. ഇതൊക്കെ ആയിട്ടും നമ്മുടെ നാട്ടിൽ നിന്ന് ഇത്തരത്തിലുള്ള ഭീകരവാദികളെയാണല്ലോ അടവച്ച് വിരിയിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് വലിയ നാണക്കേടാണ് കേരളത്തിന് ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ചും നമുക്കറിയാം, ഇതിനു മുമ്പ് ആസാം പോലീസ് ഇവിടെ വന്ന് കാസർഗോഡെന്ന് ഒരുത്തനെ തൂക്കിക്കൊണ്ടുപോയി. അവൻ അൽ-ഖ്വയ്ദയുടെ ദക്ഷിണേഷ്യൻ കോർഡിനേറ്ററാണ്. അൽ-ഖ്വയ്ദ ഏത് സംഘടനയാണെന്ന് എല്ലാവർക്കും അറിയാം. അതോടൊപ്പം തന്നെ ഈ പെഹൽഗാമുമായി ബന്ധപ്പെട്ട് അതിലെ തലവനാരാണ് കേരളത്തിൽ പഠിച്ചത്. അതെ, കേരളത്തിൽ ഒന്ന് മറ്റേ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചിട്ട് പോയ ആളാണ്. അവിടെ ചെന്ന് ഒരു മെഡിക്കൽ ലാബ് നടത്തുകയും ഒപ്പം തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രോത്സാഹനം കൊടുക്കുകയും അതിലേക്ക് ചെറുപ്പക്കാരെ റിക്രൂട്ട് ചെയ്യുകയൊക്കെ ചെയ്തത്. എന്തായാലും ഒരു കാര്യം നമുക്ക് പറയാതിരിക്കാൻ വയ്യ, ഇത് വലിയ നാണക്കേടാണ്.
ഇതിന് എതിരെ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹം ആലോചിച്ച് തീരുമാനിക്കട്ടെ. അല്ലെങ്കിൽ ഈ ദൈവത്തിൻ്റെ സ്വന്തം നാട് നാളെ ചെകുത്താൻ്റെ സ്വന്തം നാട് എന്ന് അറിയപ്പെടും.